Hi students. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ മൊഡ്യൂൾ 1-ലെ 8ാമത്തെ ചാപ്റ്റർ സ്പെഷ്യൽ പർപ്പസ് ബുക്ക്. ഇത് നമ്മുടെ TMAക്ക് വരുന്ന സെക്ഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് പോകാനാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലാസ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ കാണുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് ഉണ്ട് 1.5 2 ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കാണാം. So then നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ 8th ചാപ്റ്ററിലേക്ക് കടക്കും. സോ എട്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് ഒന്ന് പറയും. നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ആൾറെഡി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ ക്യാഷ് ബുക്ക് വിത്ത് ബാങ്ക് അക്കൗണ്ട് ഒക്കെ പറഞ്ഞു. അത് ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ആക്ച്വലി ക്യാഷ് ബുക്കിനെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഒരു ലെഡ്ജർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ പ്രിൻസിപ്പൽ ബുക്സ് എന്നൊക്കെ വിളിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ പർപ്പസ് ബുക്ക് എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, എന്താണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് മീനിങ് ഓഫ് പർച്ചേസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ ബുക്ക്? എന്താണ് പർച്ചേസ് ബുക്ക്, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിപ്പയർ പർച്ചേസ് ബുക്ക്. എങ്ങനെയാണ് പർച്ചേസ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, പർച്ചേസ് റിട്ടേൺ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആസ് ഫോർമാറ്റ് ഓഫ് ആൻഡ് ഇറ്റ്സ് ലെഡ്ജർ പോസ്റ്റിംഗ്, അതുപോലെ തന്നെ അതിന്റെ ലെഡ്ജർ പോസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ പ്രിപ്പയർ സെയിൽസ് ബുക്ക് ആൻഡ് സെയിൽസ് റിട്ടേൺ ബുക്ക് ആസ് പെർ ദ ഫോർമാറ്റ്, അതുപോലെ തന്നെ അതിന്റെ പോസ്റ്റിംഗ് ലെഡ്ജറിലോട്ടുള്ള പോസ്റ്റിംഗ് നമ്മൾ ചെയ്യും. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ്, അതുപോലെ തന്നെ ബിൽസ് റെസീവബിൾസ്, ബിൽസ് പേയബിൾ ബുക്ക് വിത്ത് ഇറ്റ്സ് ഫോർമാറ്റ് ആൻഡ് അതിന്റെ ജേണൽ പ്രോപ്പറും പ്രിപ്പറേഷനൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ പോസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ എത്ര ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാലും മതി ക്ലാസ്, അല്ലാതെ നിങ്ങളത് പഠിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എക്സാമിന് ഇത് വരുന്നില്ല ഒരു ടോപ്പിക്. ഓക്കെ, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കും, അതുപോലെ തന്നെ മറ്റുള്ള ടോപ്പിക്സ് തറവാകുന്നതും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ്, പർച്ചേസ് ആൻഡ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് എന്താണെന്നറിയാം. വാട്ട് ഈസ് പർച്ചേസ്? പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് അല്ലേ. ഈ എക്സ്പെൻസ് അക്കൗണ്ട് നമ്മൾ ഇതിന്റെ ബാലൻസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, പർച്ചേസ് എന്താണ് പർച്ചേസ്? പർച്ചേസ് ജേണൽ ബുക്ക് ആൾസോ എ ബുക്ക് ഓഫ് ഒറിജിനൽ ലെങ്ത്. ദിസ് ബുക്ക് ഓൺലി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ദി ഗുഡ്. ഇവിടെ നമ്മളിവിടെ ഈ ജേണലിനെ തന്നെ നമ്മൾ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അപ്പൊ ജേണൽ റിലേറ്റഡ് ടു പർച്ചേസ് ഒരു സെപ്പറേറ്റ് ബുക്കായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പർച്ചേസ് ബുക്ക്. ഈ പർച്ചേസ് ബുക്കിൽ എന്ത് മാത്രം റെക്കോർഡ് ചെയ്യുള്ളൂ? ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യും. വാട്ട് ഈസ് ക്രെഡിറ്റ് പർച്ചേസ്? കടത്തിന് നമ്മൾ മേടിക്കുന്നത് മാത്രം ഇവിടെ റെക്കോർഡ് ചെയ്യും. ക്യാഷ് മേടിച്ച് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യാം? അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. മനസ്സിലായോ? കാരണം അത് ക്യാഷ് കൊടുത്തിട്ടല്ലേ മേടിച്ച്, അപ്പൊ അത് ക്യാഷ് ബുക്ക്. ക്യാഷുമായിട്ടില്ലേ, അത് ക്യാഷ് ബുക്ക് ആയിരിക്കും ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യും. ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും എവിടെ വരും? ക്യാഷ് ഒരു ഉറുപ്പ് കൊടുത്താൽ അത് അവിടെ ക്യാഷ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളതാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഉണ്ട്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, കൊടുത്തത് തിരിച്ച് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. നമുക്ക് ആവശ്യമായിട്ടുള്ള പല പല സാധനങ്ങൾ, ഇപ്പോൾ സ്റ്റേഷനറി കടയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷനറി കടയിൽ ഓരോ സാധനങ്ങളും ഗുഡ്സ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും. ചിലത് നമ്മൾ റിട്ടേൺ കൊടുക്കും, ചിലപ്പോൾ ഡാമേജ് ഒക്കെ ഉണ്ടാവില്ല, അത് റിട്ടേൺ കൊടുത്തത് പർച്ചേസ് ചെയ്യും. അപ്പൊ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രെഡിറ്റിന് മേടിച്ചിട്ടുള്ള അക്കൗണ്ടാണ് പർച്ചേസ്. ഈ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് മാത്രമേ ക്രെഡിറ്റ്? ക്രെഡിറ്റിന് മേടിച്ചു. ക്രെഡിറ്റിന് മേടിച്ചാൽ കടത്തിന് മേടിച്ചു. ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് കൊടുത്തത് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും? ക്യാഷ് ബുക്കിലാണ് എന്ത് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യാം. Credit purchase of items not for resale are not recorded in purchase.
റീസെയിൽ ചെയ്യാനല്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സപ്പോസ് അസറ്റ്. ഓക്കെ, അസറ്റ് പറയാം, മിഷനറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിള്, നമ്മുടെ ഓഫീസ് ആവശ്യമായിട്ടുള്ള ടേബിള്, അതൊന്നും എവിടെ പർച്ചേസ് ഇല്ല. പർച്ചേസ് അക്കൗണ്ടിൽ അപ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ളത്? റീസെയിൽ പർപ്പസിന് നമ്മൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള പർച്ചേസ്, അത് കടത്തിന് മേടിച്ചത് മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ. ഇവിടെ പർച്ചേസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ, purchase book. If the firm deals computer parts and any item future purchased on credit is not recorded in the books. ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഫേമിന്റെ പരിപാടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പാർട്സുകൾ വിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫർണിച്ചർ, അവിടെ കസേര ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സെറ്റ് കാര്യങ്ങൾ ഉണ്ടാവും, മേശ ഉണ്ടാവും. അതിന്റെ പർച്ചേസ് അത് നമ്മൾ കടത്തിന് മേടിച്ചാൽ കൂടി നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്യില്ല, അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇവിടെ നമ്മൾ പക്ഷെ നമ്മൾ റീസെയിൽ പേർപ്പസിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള എന്താ പറയാ, സപ്പോസ് എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ റീസെയിൽ വിൽക്കാൻ വേണ്ടി മേടിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കടത്തിന് മേടിച്ചതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദീസ് ആർ റെക്കോർഡ് ഇൻ അനദർ ബുക്ക് വിച്ച് ഈസ് നോൺ ആസ് ജേർണൽ പേപ്പർ. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഇങ്ങനത്തെ ഉള്ള അസറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ജേർണൽ പ്രോപ്പറിനാണ്. നമ്മൾ സാധാരണ ജേർണലിലൂടെ ജേർണൽ പ്രോപ്പർ. നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ സ്പെഷ്യൽ ബുക്സ്, ജേർണൽ പ്രോപ്പർ ഇതൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ക്ലാസിഫിക്കേഷനിൽ വരുന്നു. ബാക്കിയുള്ളതൊക്കെ പർച്ചേസിൽ എന്ത് മാത്രമേ ഉൾക്കൊള്ളൂ എന്നിവിടെ വ്യക്തമായിട്ട് പറയാം. പർച്ചേസിൽ എന്ത് മാത്രമേ, റീസെയിൽ ചെയ്യാൻ വേണ്ടി മേടിച്ചിട്ടുള്ള സാധനങ്ങൾ കടത്തിന് മേടിച്ചാൽ മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യൂ, പർച്ചേസ്. ഓക്കെ, ക്യാഷ് മേടിച്ചാൽ ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക. ഇനി അതല്ലാത്ത വിൽക്കാൻ വേണ്ടിയിട്ടില്ല അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ അല്ല ഇതാക്കുക, അത് ജേർണൽ പ്രോപ്പർട്ടിയും റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇൻ കേസ് ഓഫ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് an invoice or prepared by supplier is received, it contains അതിന് ബില്ലൊക്കെ വേണമെന്ന് പറയുന്നത്. ഓക്കെ, എത്ര കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഇതാണ് പർച്ചേസ് ജേർണൽ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ് ഉണ്ടോ, ഇൻവോയ്സ് നമ്പർ. എന്താ ഇൻവോയ്സ് നമ്പർ എന്ന് പറയുന്നുണ്ടോ? എല്ലാ ഇൻവോയ്സ് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ബില്ല് കിട്ടും. ആ ബില്ലിന് പറയുന്ന പേരാണ് ഇൻവോയ്സ്. ആ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ ബില്ലിനും ഓരോ ബിസിനസ്സുകാര് അവര് കൊടുക്കുന്ന നമ്പർ ഉണ്ട്. കോൾഡ് ഇൻവോയ്സ്. നെയിം ഓഫ് സപ്ലയർ ആരാണ്? ലെഡ്ജർ ഫോളിയോ. ഏത് ലെഡ്ജറിലോട്ടാണ് നമ്മൾ പോലെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എമൗണ്ട്. താഴെ അതിന് ഓരോ ഹെഡിങ്സ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ. ഇതൊക്കെ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ വീണ്ടും നമ്മൾ ആ ഒരു ഡിസ്കഷനിലോട്ട് വീണ്ടും പോകും. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ഇല്ലുസ്ട്രേഷൻ ആണ്. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2013 ഇൻ ദ പർച്ചേസ് ഓഫ് മിസ്റ്റർ ഹർഷ ഇലക്ട്രോണിക്സ്. ഹർഷ ഇലക്ട്രോണിക്സിന്റെ പർച്ചേസ് ബുക്കിൽ താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതവരുടെ ഡേറ്റ് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഗസ്റ്റ് 5, 2014 എന്തുണ്ടായി? പർച്ചേസ് ഫ്രം നരേഷ് ഇലക്ട്രോണിക്സ്. ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, 250 ഇൻവോയ്സ് നമ്പറാണ്. 5 കളർ ടി വി മേടിച്ചു, 12,500 രൂപ പെർ പീസ്. ഒരെണ്ണത്തിന് 12,500. ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ ഓൾ ഐറ്റംസ് 20%. ഇതിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലൊരു ഡിസ്കൗണ്ട് നമുക്ക് തന്നു. അത് എത്ര? 20%. അപ്പോൾ ഇതിന് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. സോ എങ്ങനെയാണ് പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ നോക്കിയിട്ട്? സോ നോക്കിക്കോ, ഫസ്റ്റ് ഒരു ഡേറ്റ് എന്നാ 2014 ജസ്റ്റ് എല്ലാത്തിനും വേണ്ടിയിട്ട് ഇയർ എഴുതി. ഓഗസ്റ്റ് 15 ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ട് 250. എന്താണ് സപ്ലയറുടെ പേര്? നരേഷ് ഇലക്ട്രോണിക്സ്. എന്താ മേടിച്ചത്? 5 കളർ ടി വി അറ്റ് ദ റേറ്റ് എത്ര രൂപയ്ക്ക്? 12,500. പക്ഷെ ഈ 12,500 രൂപ നമുക്ക് കൊടുക്കേണ്ടി വന്നില്ല. 12,500 രൂപയ്ക്ക് 5 ടി വിയാണ് മേടിച്ചത്. പക്ഷെ അതിൽ 20% ഡിസ്കൗണ്ട് ആണ്.
അപ്പോൾ നോക്കിക്കോ എങ്ങനെയാണ് 20%. ഡിസ്കൗണ്ട് കുറച്ചുള്ള എമൗണ്ട് ഉള്ളല്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 12,500 ഇൻറ്റു 20%. ശതമാനം എന്ന് പറഞ്ഞാൽ ശതം എന്ന് പറഞ്ഞാൽ 100. ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ എത്ര പെർസെൻറ്റേജ്, അതായത് 20/100. അതായത് 20% എന്ന് പറഞ്ഞാൽ 20/100 എന്നുള്ളത് അതിനർത്ഥം. നമുക്ക് ഇതിന്റെ 20% കാണാം. ഈ 0 കട്ട് ചെയ്ത് പോകും. പിന്നെ എന്ത് മാത്രമേ താഴെ 1 മാത്രമേ ഉള്ളൂ. 125 ഇൻറ്റു 20. 125 ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ അത് 1250 2500. അതായത് 2500 ഡിസ്കൗണ്ട്. എത്ര ടി വിക്ക്? ഒരു ടി വി. അതായത് ഇപ്പോഴത്തെ ഒരു ടി വിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 12,500. ഇതില് 2,500 രൂപ ഡിസ്കൗണ്ട് വരും. അതായത് ഇതിന്റെ 20%. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു ടി വിക്ക് എത്ര രൂപ? 10,000. അപ്പൊ ആക്ച്വലി എത്ര രൂപക്കാണ് ഇയാൾ വിറ്റത്? 10,000 രൂപക്ക് ഒരു ടി വി. അങ്ങനത്തെ എത്ര ടി വി മേടിച്ചു? 5. അപ്പൊ 5 ഇൻറ്റു 10,000 എത്ര വന്നു? 50,000. അപ്പൊ അയാള് എത്ര രൂപയാണ് അതായത് 50,000 രൂപ. ഓക്കെ, 50,000 ഇവിടെ എഴുതിയത് കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ റെക്കോർഡ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ ഡിസ്കൗണ്ട് എങ്ങനെ കാണാം, ഒന്നുകൂടെ കാൽക്കുലേഷൻ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 10 എന്തുണ്ടായി? ബൗട്ട് ഫ്രം മിസ്റ്റർ ക്യാപിറ്റൽ ഇലക്ട്രോണിക്സ്. അവിടുന്ന് മേടിച്ചു 20 ടേപ്പ് റെക്കോർഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1,650 രൂപയ്ക്ക് മേടിച്ചു 20 റെക്കോർഡ്. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് ഓൺ 10%. ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 10% കിട്ടി. അതായത് 10% ഓഫർ കിട്ടി. അപ്പൊ നോക്കിക്കോ, ഓഗസ്റ്റ് 10 എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 10 ഇൻവോയ്സ് കമന്റ് വന്നിട്ടുണ്ട് 826. ക്യാപിറ്റൽ ഇലക്ട്രോണിക്സ് 20 ടേപ്പ് റെക്കോർഡ് 1,650 രൂപ. ഡിസ്കൗണ്ട് എങ്ങനെ കാണും നോക്കിക്കോ. 10% അല്ല നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയേ. അപ്പൊ എങ്ങനെ നോക്കിക്കോ, നേരത്തെ 20% എങ്ങനെ കണ്ടാൽ മനസ്സിലായല്ലോ. ഇപ്പത്തെ റേറ്റ് എത്ര? 1,650 അല്ലടാ. ഇപ്പത്തെ റേറ്റ് ഇതിന്റെ 10% ലാഭം, അതായത് ഡിസ്കൗണ്ട്. അതായത് 10% എന്ന് പറഞ്ഞാൽ എന്താ? 10%. ശതം എന്ന് പറഞ്ഞാൽ 100 പറഞ്ഞത്. അപ്പൊ 10/100. അതായത് 10ൽ 100 അല്ല 100 ഉണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോസ് 10 രൂപ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് കൊടുക്കും എന്നതാണ് അതിന്റെ മെയിൻ. അപ്പൊ നോക്കട്ടെ എങ്ങനെയത് ചെയ്യാന്നുള്ളത്. അത് 0 കട്ടായി, ഈ 0 കട്ടായി, പിന്നെ 165 165 രൂപയാണ് എന്ത് ചെയ്തത്? ഡിസ്കൗണ്ട് കൊടുത്തത്. എത്ര രൂപ ഡിസ്കൗണ്ട് ചെയ്തത്? ഒരു ടി വിക്ക് 165. അപ്പൊ ഇപ്പത്തെ റേറ്റ് എത്ര? 165 രൂപ അല്ലേ? 1,650. അതിന്ന് 165 രൂപ കുറക്കണം, കാരണം ഡിസ്കൗണ്ട് കൊടുത്തില്ലേ. അപ്പൊ നോക്കട്ടെ, 10 10 5 അല്ലേ? ഇവിടെ നോക്കിയാൽ 4 ആയിട്ടുണ്ടാവും. ഇവിടുന്ന് 14 14 6 പോയാൽ 8, പിന്നെ ഇവിടെ 5 5 പോയാല് 4 1,485 വരും. എത്ര വരും? 1,485. 1,485 ഒരു റെക്കോർഡിന് വരും. ഇങ്ങനത്തെ എത്രണ്ണം മേടിച്ചോടാ? ഇങ്ങനത്തെ എത്രണ്ണം മേടിച്ചു? 20 പീസ് മേടിച്ചു. 20. അപ്പൊ ഇൻറ്റു 20 0 0 0 0 വരും. 2 ഇൻറ്റു 5 0. 2 ഇൻറ്റു 6 1. 2 ഇൻറ്റു 8 9. 2 ആഡ് ചെയ്യുമ്പോൾ വരും 29,600 രൂപ വരും. 2 ഇൻറ്റു 8. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റർ സംതിങ് വേണം. ഓക്കെ, ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് നോക്കട്ടെ. 10%. 1,650ന്റെ കൺഫ്യൂഷൻ. 1,485.
ഇൻറ്റു 20. ഓക്കെ, ഇവിടെ 7 ആണ്. 7 ശരി. അപ്പോൾ കറക്റ്റാ, 29,700 ഓക്കെ. 2 ഇൻറ്റു 5 10, 0 1 2 ഇൻറ്റു 5 16 3 17. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ 7 ആണ്. അപ്പോൾ 29,700 അതാണ് ഇവിടെ എഴുതിയത്. ഇവരിത് എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യം ഇതിൻ്റെ ഫുള്ള് എമൗണ്ട് കണ്ടു, പിന്നെ 10% ഡിസ്കൗണ്ട് വന്നത് അവർ ചെയ്തു. ഇങ്ങനെ ചെയ്താലും കറക്റ്റ്. ഇനി അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഓഗസ്റ്റ് 17 പർച്ചേസ് ഫ്രം ഇത് 15 ഹീറോസ് മേടിച്ചു 4000 രൂപ ഒരെണ്ണത്തിന്. 2 കളർ TV മേടിച്ചു 15,000. ട്രേഡ് ഡിസ്കൗണ്ട് 5%. അപ്പോൾ ആദ്യം ഇതിന് എത്ര ആവും നോക്കാം. നമ്മുടെ എങ്ങനെ റെക്കോർഡ് ചെയ്ത് ഓഗസ്റ്റ് 14 ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട് 456. ഇലക്ട്രോണിക്സും കാര്യങ്ങളും തന്നിട്ടുണ്ട്, ഇത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 15 സ്റ്റീരിയോ 4000 രൂപയ്ക്ക് എത്ര വരും? 15 ഇൻറ്റു 4000 60,000 രൂപ വരും ഇതിന് വേണ്ടിയിട്ട്, സ്റ്റീരിയോക്ക് മാത്രം. 25 കളർ TV 20 ഇൻറ്റു 10,500 അതിന് 21,000 രൂപ വരും. ഓക്കെ, 20 അല്ലേ, 2 അല്ലല്ലോ, 2 കളർ TV. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇറ്റ് ഈസ് നോട്ട് 20, ഇത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 10,000 അത് 21,000. അങ്ങനെ ടോട്ടൽ എത്രയായി രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ? 21,000 60,000 81,000 രൂപ. ഇനി 81,000-ന്റെ 5% ഡിസ്കൗണ്ടാണ്. അതാണ് ഈ 4,050 കണ്ടത്. എങ്ങനെയാണ് 81,000-ന്റെ 5% കണ്ടത്? 5/100. നോക്കിക്കോ, 0യും 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 ക്യാൻസൽ ആവും. പിന്നെ 810 ഇൻറ്റു 5 ഉണ്ടാവും മുകളിൽ. അപ്പോൾ 810 ഇൻറ്റു 5 നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 810 ഇൻറ്റു 0 5 40, 5 ഇൻറ്റു 8 40. അപ്പം 4,050. ആ 4,050 കുറച്ചപ്പോൾ എത്ര കിട്ടി? 76,900. ഈ പൈസയാണ് ആക്ച്വലി കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി ഓഗസ്റ്റ് 25 പർച്ചേസ് ഫ്രം എന്തിന് 10 സ്മോൾ TV 1200 17 10% ഡിസ്കൗണ്ട്. സെയിം പ്രൊസീജിയർ ഒന്നും പറയുന്നില്ല. ഓഗസ്റ്റിന് ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ട്. 10 സ്മോൾ TV 1200 മറ്റേ ടോട്ടൽ എത്ര വന്നു? 48,000 വന്നു. അതിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. നേരത്തെ പോലെ തന്നെ 48,000-ന്റെ 10% 4,000. അങ്ങനെ 43,200 വരും. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഓഗസ്റ്റ് 30 എന്ത് ചെയ്തു? വീണ്ടും 20 വീഡിയോ കാസ്റ്റേഴ്സ് വെച്ച് 150 രൂപയിൽ എത്തി. അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ആ ഫുൾ എമൗണ്ട് തന്നെ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ ടോട്ടൽ കിട്ടുന്നതിൻ്റെ ടോട്ടൽ ചെയ്തു. അത്രേ ഉള്ളൂ എന്ത് പർച്ചേസ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അല്ല പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് ബുക്കിൽ എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? പർച്ചേസ് ബുക്കിലെ കടത്തിന് മേടിച്ചതായിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ വിൽക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരിക്കും. നമ്മൾ എന്താ പറയുക, ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. വിൽക്കാൻ വേണ്ടി മേടിച്ചത് മാത്രമേ എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ? പർച്ചേസ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് പർച്ചേസ് ബുക്ക് ഇൻറ്റു ജേർണൽ, എങ്ങനെയാണ് ജേർണലിലൂടെ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത് നോക്കണം. യെസ്, അപ്പോൾ ഇനി എങ്ങനെയാണ് പോസ്റ്റിംഗ് എന്നുള്ളതാണ്. സോ നമ്മുടെ ഇവർ ഇല്ലുസ്ട്രേഷൻ 1-ൻ്റെ തന്നെ പോസ്റ്റിംഗ് ഒക്കെ ഇപ്പോൾ നമ്മൾ ആൾറെഡി ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയി. കാരണം നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തതാണ്. ഇപ്പോൾ നോക്കിക്കോ, നമ്മുടെ എൻട്രി എന്തായിരിക്കും വരിക? ക്രെഡിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക. പർച്ചേസിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എൻട്രി വരിക? ഇപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റർ എന്നുള്ള രൂപത്തിലായിരിക്കും. ഈ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ ആരേക്കെന്നാണോ കടത്തിന് മേടിക്കുന്നത് അയാളുടെ പേര് ഈ ക്രെഡിറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർച്ചേസ് എപ്പോഴും എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. കാരണം പർച്ചേസ് എന്ന് പറയുന്നത് എന്താ? എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ എൻട്രി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിനുണ്ടോ? ഇതിന് നമുക്ക് കണ്ടോ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ? ഇത് ശരിക്കും നമ്മൾ ഡെബിറ്റ് സൈഡാണ്. ഇതിന് ആക്ച്വലി ഇവിടെ ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, പക്ഷെ നമ്മളത് എഴുതുന്നില്ല. വൈ? കാരണം ഡെബിറ്റ് പർച്ചേസിൽ ഒരിക്കലും ഒരു എന്താ പറയുക ക്രെഡിറ്റ് വരില്ല.
പക്ഷെ പർച്ചേസ് റിട്ടേണിലെ ക്രെഡിറ്റും ആണ് വരിക, മനസ്സിലായോ? ശരിക്കും പർച്ചേസിന്റെ ഓപ്പോസിറ്റ് പർച്ചേസ് റിട്ടേൺ. പക്ഷെ പർച്ചേസ് റിട്ടേൺ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ പർച്ചേസ് റിട്ടേൺ വേറെ ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശരിക്കും കണ്ടപ്പോൾ ഫുൾ ഡെബിറ്റ്സ് വരും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിന്റെ ഓരോ എൻട്രീസ് ഇടുമ്പോഴും ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ട് നരേഷ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി ഇല്ലട്ടെ, ഓട്ടോമാറ്റിക്കലി നരേഷ് ഇലക്ട്രോണിക്സ് വന്ന ക്രെഡിറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണ്ടായിരുന്നു. അവർ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, വേറെ സെപ്പറേറ്റ് ഇപ്പോൾ അതായത് നരേഷ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്. അവരെ ഓഗസ്റ്റിന് എന്ത് ചെയ്തിട്ടുണ്ട് 50,000 മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓഗസ്റ്റ് 25-നും ഉണ്ട്. അതുണ്ട് ജസ്റ്റ് അവിടെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഡെബിറ്റ് എമൗണ്ടും ഇല്ല, അല്ലേ? കാരണം അതൊക്കെ എന്താണ് പർച്ചേസ്. ഓക്കെ, അതേപോലെയാണ് എല്ലാവർക്കും എല്ലാം ഇതിന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഇത് അടുത്ത വേറൊരു സപ്ലയർ ആണ് നമ്മുടെ ക്രെഡിറ്ററാ, നമുക്ക് കടത്തിന് വന്നതാണ്. അവിടെയും നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ്. ഈ മൂന്നാമത്തെ ഉണ്ടോ ഈസ്റ്റ് ഇലക്ട്രോണിക്സ്, അവിടെയും ക്രെഡിറ്റ് ബാലൻസ്. പവിത്ര ഇലക്ട്രോണിക് അവിടെയും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ഏതൊരു അക്കൗണ്ട് എടുത്താൽ പിന്നെ ഉണ്ട് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിൽ എല്ലാത്തിനും പാടെ ഇവിടെ ഉണ്ട് സൺട്രീസ് ആസ് പെർ പർച്ചേസസ്. സൺട്രീസ് എന്നാണ് ഇവരെല്ലാരും പാടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സൺട്രീസ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ സൺട്രീസ് എല്ലാവരുടെ പേരും ഇങ്ങനെ സെപ്പറേറ്റ് പർച്ചേസ് അക്കൗണ്ട് എന്നാണ്. പർച്ചേസ് അക്കൗണ്ടിൽ നിന്നിട്ടുണ്ട് എല്ലാം പാടെ എന്ത് ചെയ്തു അന്ന് ഡെബിറ്റ് ചെയ്തു, കണ്ടോ? അതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് പറയുന്നത്? എന്താ ആക്ച്വലി അപ്പോൾ ഈ പർച്ചേസ് ബുക്ക് നമ്മൾ എന്താണ് ജേണൽ എഴുതുന്നതിന് പകരം ഇതിന്റെ പർച്ചേസ് ക്യാഷ് ബുക്ക് സ്പെഷ്യൽ നമ്മൾ ഓരോ സെപ്പറേറ്റ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിന്റെ ജേണൽ ഇതിന്റെ ബാക്കിയുള്ളൊക്കെ ജേണൽ പ്രോപ്പർലി. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊന്നുകൂടെ സിമ്പിൾ ആണ്. അടുത്താണ് പർച്ചേസ് റിട്ടേൺ. നമ്മുടെ ഈ പർച്ചേസ് റിട്ടേൺ ആണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് റിട്ടേണിന്റെ ഫോർമാറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നോ നമ്മൾ പർച്ചേസിൽ കണ്ട അതേ ഫോർമാറ്റ് തന്നെ പഠിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ഇൻവോയ്സ് നമ്പർ എന്നുള്ളത് ഡെബിറ്റ് നോട്ടാണ്. പർച്ചേസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് നോട്ടാണ് പ്രിപ്പയർ ചെയ്യുക. കാരണം അതിങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. പർച്ചേസ് എന്താണ് ഇത് ചെയ്യുക? പർച്ചേസ് എന്താ നമ്മൾ ചെയ്യുക? ഡെബിറ്റ് അല്ലേ? അപ്പോൾ പർച്ചേസ് റിട്ടേൺ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഡെബിറ്റ് നോട്ടാണ്. ഓക്കെ, ചില ആൾക്കാർക്ക് ഈ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഉണ്ട്, സെയിൽസ് റിട്ടേൺ. സോ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും മാറി പോകാറ്. സോ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ, അതായത് പർച്ചേസ് ഡെബിറ്റ് ചെയ്യുന്നു, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ഡെബിറ്റ്. ഓക്കെ, കാരണം അതൊന്നല്ല, പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ആണ് ചെയ്യുക. സെയിൽസ് റിട്ടേൺ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് നോട്ട് ആയിരിക്കും. ബാക്കിയൊക്കെ സെയിം ആസ് പർച്ചേസ്. ഇവിടെ നോക്കിക്കൂടാ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഞാൻ ഒരു എൻട്രി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, കാരണം പറഞ്ഞ എക്സാമിലുള്ള നിങ്ങൾക്ക് കൂടുതൽ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ 2 നോക്കിയേ. ഒന്നാമത്തെ ജസ്റ്റ് ഒരു എൻട്രി മാത്രം പറയാം. 2017 കൂടെ ഒരു എൻട്രി ഉള്ളു തോന്നുന്നു. ക്യാപിറ്റൽ 5 ടൈപ്പ് റെക്കോർഡ്സും 1650 രൂപക്ക് പ്രൈസ് ഉണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 10. അതെന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു, അല്ലേ? അപ്പൊ നോക്കിക്കോ, ഇവിടെ ഡെബിറ്റ് നോട്ട് തന്നിട്ടുണ്ട്. ഡെബിറ്റ് നോട്ടാണ് ആ 16 എന്ന് പറയുന്നത്. ഇത് ബാർ 2014 എന്ന് പറയുന്നത് അതിന്റെ ഇയർ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് 2017, ഡെബിറ്റ് നോട്ട് 16. ഓക്കെ, ക്യാപിറ്റൽ ഇലക്ട്രോണിക്സ് 5 ടൈപ്പ് റെക്കോർഡ്സ് 1650. അപ്പൊ നമുക്ക് 5 ഒരു റെക്കോർഡിന് ടൈപ്പ് റെക്കോർഡിന് 1650 ആണ്. സോ 5 എണ്ണത്തിന് എത്ര രൂപ വന്നിട്ടുണ്ടാവും? 8250. അതിൽ 10% ഡിസ്കൗണ്ട് ആണ്. 10/100 ചെയ്തതിന് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പൊ ഡിസ്കൗണ്ട് എത്ര വരും? 825. അങ്ങനെ ബാക്കി 7420 ആണ്. അത് എന്താ പറയാ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, അതെങ്ങനെ റെക്കോർഡ് ചെയ്യാം? ഉണ്ടോ ഇവിടെ പർച്ചേസ് റിട്ടേൺ. ഇവിടെ പർച്ചേസ് നമ്മൾ എന്താ ചെയ്യുക? പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും, അല്ലേ? നമുക്കറിയാം പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പർച്ചേസിന്റെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇവിടെ പർച്ചേസ് വാങ്ങുക, തിരിച്ചു കൊടുക്കല്ലേ. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും എന്താ? ഇതൊരു ക്രെഡിറ്റ് അക്കൗണ്ടാണ്. അപ്പൊ ഇവിടെ ഉള്ള പാർട്ടീസിനൊക്കെ എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. നേരെ പർച്ചേസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പർച്ചേസ്. വേറൊന്നുമില്ല. പർച്ചേസിന് നമ്മൾ ഈ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇവര് നമ്മുടെ ലയബിലിറ്റി ആയിരുന്നു. പക്ഷെ ഇവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ ലയബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ഇവിടെ ഡെബിറ്റ്, അല്ലേ? അപ്പൊ ശരിക്കും പർച്ചേസ് റിട്ടേണിന്റെ ഒരു എൻട്രി എന്താ വരിക എന്ന് വെച്ചാൽ, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇവിടെ എന്താ പറയുക? ക്രെഡിറ്റർ അക്കൗണ്ട് ഡെപ്റ്റർ ടു
പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് മെത്തേഡ്. ഇതാണ് ഇതിന്റെ ഒരു എൻട്രി. ഈ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ആരേക്കാന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. സാധനം മേടിച്ചാലുള്ള റിട്ടേൺ ചെയ്യാൻ. അപ്പൊ ആരേക്കാന്നാണ് മേടിച്ചത്, അപ്പൊ അയാളുണ്ട് ഡെബിറ്റ് ചെയ്യാൻ. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് എന്താ നമ്മൾ ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യാം. ഇത് വേണം ക്രെഡിറ്റ്. ഓക്കെ ആണല്ലോ. ക്രെഡിറ്റ് ചെയ്യാം, ഇത് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ഉണ്ടാവും. മിസ്റ്റർ ക്യാപിറ്റലിന് ഇത് ചെയ്യുന്നു, പർച്ചേസ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ഇതിൽ ലെഡ്ജേഴ്സ് ഇതിന്റെ ഇത് ക്രെഡിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് അതിന്റെ എൻട്രി ഏരിയ. എപ്പോഴും ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എൻട്രിയിലോട്ട് ആലോചിക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ചെയ്യും. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ചെയ്യാം. ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ വരെ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കിട്ടായി. നിങ്ങളൊരു എന്താ പറയാ, ഇൻ റിയൽ ജസ്റ്റ് ഒരു എക്സാം പാസ്സാവാനല്ല, പക്ഷെ ഒന്നുകൂടെ കൺസെപ്റ്റലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. definitely you have to do this illustration for to make more clear about the concept of account. Okay. Yes. അടുത്ത നമുക്ക് നോക്കടാ, സെയിൽസ് ജേണൽ അല്ലെങ്കിൽ ബുക്ക് ആൻഡ് സെയിൽസ് റിട്ടേൺ. ഇപ്പൊ നമ്മൾ പർച്ചേസ് റിട്ടേൺ ബുക്കും പറഞ്ഞ പോലെ സെയിൽസ് ബുക്കും ഉണ്ട്, സെയിൽസ് റിട്ടേൺ ബുക്കും ഉണ്ട്. ഇവിടെയും നമ്മൾ സെയില് എങ്ങനെയുള്ളതാ, ഒന്നെന്ന് പറയുന്നത് സെയിൽ ഓഫ് എന്ത്, വിൽക്കാൻ വേണ്ടി മേടിച്ചതിന്റെ മാത്രം. സെയിൽസ് ബുക്കിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. നേരത്തെ പർച്ചേസ് പോലെ തന്നെ ഇവിടെയും കുറച്ച് കണ്ടീഷൻ ഉണ്ട്. സെയിലിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യില്ല. എന്താ റെക്കോർഡ്, സെയിൽ ആണെങ്കിലും സെയിൽസ് റിട്ടേൺ ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പർച്ചേസ് റിട്ടേൺ പറഞ്ഞ അതേ കണ്ടീഷൻ ഇവിടെയും അപ്ലിക്കണം. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങൾ ഉണ്ടാവില്ല. അത് ഇപ്പൊ സപ്പോസ് ഒരു സ്റ്റേഷനറി കട എന്ന് വിചാരിക്കും, അവിടെ അരി പഞ്ചസാര തുടങ്ങിയ റീസെയിൽ പർപ്പസിന് മേടിച്ചത്, വിൽക്കാൻ വേണ്ടി മേടിച്ചത്. അതിന്റെ വിൽക്കുന്നതൊക്കെ എവിടെ നമ്മൾ എഴുതും, സെയിലിൽ എഴുതും. പക്ഷെ സപ്പോസ് അവിടുത്തെ മേശ വിൽക്കുന്നു വിചാരിക്കും. മേശ എന്ന് പറയുന്നത് അവിടെ വിൽക്കാൻ വേണ്ടി മേടിച്ചതാണ്, അല്ല അവിടുത്തെ ശരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി മേടിച്ചത്. അത് വിറ്റത് എവിടെ എഴുതില്ല. പിന്നെ എന്തിനായിരിക്കും, ക്രെഡിറ്റ് വിറ്റതായിരിക്കും, കടത്തിന് വിറ്റതായിരിക്കും. ഇപ്പൊ രണ്ട് കണ്ടീഷൻ. ഒന്ന് പറയുന്നത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങൾ വിറ്റത് നമ്മൾ എവിടെ എഴുതും, സെയിൽസ് വിറ്റത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ക്രെഡിറ്റിന് കടത്തിന് വിറ്റത് നമ്മൾ. ജസ്റ്റ് ഒരു ഫോർമാറ്റ് നോക്കാം. പർച്ചേസ് ബുക്ക് എങ്ങനെയാണോ അത് തന്നെയാണ്. ഓക്കെ, പർച്ചേസ് ബുക്കിൽ അതേ ഫോർമാറ്റാണ് ഇവിടെ ബില്ല് തരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഫോർമാറ്റ് ഞാൻ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇപ്പൊ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ എന്നാണ് ഇൻ ദിസ് കോളം ഇൻവോയ്സ് നമ്പർ. ഇൻവോയ്സ് നമ്പർ എന്താന്ന് വെച്ചാൽ നമുക്ക് സെയിൽ ചെയ്യുമ്പോഴും നമ്മൾ ഒരു നമ്പർ അതിന് കൊടുക്കും. കാരണം ഏത് ഡോക്യുമെന്റിന് ഒരു നമ്പറുമാണ്, അങ്ങനെ ജസ്റ്റ് ഒരു നമ്പർ. അത് ആരെ കൊടുക്കുക വെച്ചാൽ നമ്മളായിരിക്കും കൊടുക്കും. ഓക്കെ, നമ്മളതിന് സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളായിരിക്കും. ഇല്ലുസ്ട്രേഷൻ ഫോറം ജസ്റ്റ് നോക്കാം. 2-3 എൻട്രീസ് മാത്രമേ നോക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കാം. മിസ്റ്റർ ഫർണിഷ് മാർക്ക് 1 you prepare sales done for the month end മാർച്ച് 2014. 2014 സെയിൽസ് ജേണലാണ് വേണ്ടത്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ആണ് ഗിവൺ. താഴെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മാർച്ച് 4 സോൾഡ് ഓൺ ക്രെഡിറ്റ് ടു മിസ്റ്റർ മീന ട്രേഡേഴ്സിന് മേടിച്ചു. ഇൻവോയ്സ് നമ്പർ എത്രയാണ്, 210. 2 ഡബിൾ ബെഡ്, 2 ബെഡ് എത്ര രൂപയ്ക്ക്, 7100. 5 ചെയർ 260. ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തില്ല. ഫുൾ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ നോക്കിയത് ആ സെയിം ഫോർമാറ്റിലൂടെ വരച്ചിട്ടുണ്ട്. ഫെബ്രുവരി 4 ഇൻവോയ്സ് നമ്പർ 211. മീന ട്രേഡ് 2 ബെഡിന് 2 ബെഡ് 7100 രൂപയ്ക്ക് എത്ര വരും, 14200 രൂപ വരും ബെഡ്. 5 ചെയർ 260 രൂപ വെച്ച് എത്രയാവും, 13000. ടോട്ടൽ എത്ര വരും, 15500 രൂപ. ജസ്റ്റ് എൻട്രി ചെയ്തു, സിമ്പിൾ അല്ലടാ. ഇനി മാർച്ച് 9 വേറൊന്ന് വെച്ചു, അത് നോക്കിയാൽ സിമ്പിൾ എൻട്രീസ് ആണ്. ഉണ്ടോ, മാർച്ച് 9 കോഹ്ലി ഫർണിച്ചർ 5 ടേബിൾ 14000 രൂപ 7000 രൂപ. ഓക്കെ, ഇൻവോയ്സ് നമ്പർ 200. അതുപോലെ തന്നെ അടുത്ത നോക്കിയാൽ മാർച്ച് 24 ഫർണിച്ചറിന് വിറ്റു. ഇൻവോയ്സ് 302. 4 സോഫ സെറ്റ് 18000 ഈച്ച്. റെക്കോർഡ് ചെയ്തേ.
ഹന്ത ഫർണിച്ചർ മാർട്ട് 4 സോഫ 18,072. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഒരു ട്രാൻസാക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഈ പോസ്റ്റിംഗ് എങ്ങനെ? ഇതൊക്കെ സെയിലല്ലേ? സെയിലിന്റെ എൻട്രി എങ്ങനെ വരിക? ഇവിടെ നമ്മൾ കടത്തിന് വെക്കണതിനെ പറ്റി മാത്രമേ. അപ്പൊ എങ്ങനെ വരിക? ഡെപ്റ്റർ അക്കൗണ്ട് ടു ഡെബിറ്റ് ടു സെയിൽ അക്കൗണ്ട്. സെയിൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് എൻട്രി. അതായത് സെയിൽ അക്കൗണ്ട് നമ്മൾ എപ്പോഴും ക്രെഡിറ്റ് ചെയ്യും. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളേക്കാണ് ആരാണ് മേടിക്കുന്നത് അയാളെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഈ ഇവിടെ കുറെ ആൾക്കാർ മേടിച്ചല്ലോ, അതിന് ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോ, മീന ട്രേഡേഴ്സ് അല്ല സെയിൽസ് പറഞ്ഞിട്ട് അവരുടെ ലെഡ്ജർ ഉണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തുണ്ടോ കോഹ്ലി ഫർണിച്ചർ ഡെബിറ്റ് കണ്ടോ? കാരണം ഇവരൊക്കെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ നമ്മൾ ഡെപ്റ്റ്. ഇനി അടുത്താണ് സെയിൽസ് റിട്ടേൺ ജേണൽ. ഇവിടെ ഈ സെയിൽസ് റിട്ടേൺ എല്ലാ സെയിൽസ് റിട്ടേണും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഒന്നെന്ന് പറയുന്നത് റീസെയിൽ പേർപ്പസിന് വേണ്ടിയുള്ള സാധനങ്ങൾ റിട്ടേൺ ചെയ്താൽ സെയിൽസ് റിട്ടേൺ മാത്രമല്ല അത് കടത്തിന് വേണ്ടിയിട്ടായിരിക്കും. ക്യാഷ് മേടിച്ചാണെങ്കിൽ സെയിൽസ് റിട്ടേൺ ഇവിടെ എല്ലാം റെക്കോർഡ് ചെയ്യുക. അത് ക്യാഷ് ബുക്കിലാണ്. ക്യാഷുമായിട്ട് എന്ത് ബന്ധപ്പെട്ടാണ് നമുക്കത് ക്യാഷ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ജസ്റ്റ് ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കവർ ചെയ്തു പോകാം. നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി നോക്കാം. ഇല്ലുസ്ട്രേഷൻ 5 ഈ വരുന്ന ഡേറ്റ് 2014 മാർച്ച് 18. റിട്ടേൺ ഫ്രം കോഹ്ലി ഫർണിച്ചർ നമ്മൾ നേരത്തെ വിറ്റതാണ്. 2 ടേബിൾ 1500 റിട്ടേൺ ചെയ്തു. കണ്ടോ? ഇവിടെ നോക്കിയ ക്രെഡിറ്റ് നോട്ട് പറഞ്ഞില്ലേ, സെയിൽസ് നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ സെയിൽസ് റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുക. അപ്പൊ ക്രെഡിറ്റ് നോട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അത് എന്താണ് സെയിൽസ് റിട്ടേൺ. ഡെബിറ്റ് നോട്ട് എന്ന് വാക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം അത് എന്ത് റിട്ടേൺ. ഡെബിറ്റ് പർച്ചേസ് റിട്ടേൺ ആണ്. ഓക്കെ, അതാണല്ലോ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും. അപ്പൊ ആ വാക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളിത് ഫർദർ ആയിട്ട് GST പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. I'm discussing these type of concepts. So നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നോക്കിയേ, ജസ്റ്റ് എങ്ങനെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നോക്കിയാൽ അവരുടെ ഉണ്ടോ സെയിൽസ് റിട്ടേൺ തന്നെ ജസ്റ്റ് ഇങ്ങനെ എഴുതി. അപ്പൊ സെയിൽസ് റിട്ടേൺ സെയിം ആസ് ആണ്. അത് പോസ്റ്റ് ചെയ്ത് കാണുന്നുണ്ടോ ഇവിടെ ക്രെഡിറ്റ്. അപ്പൊ സെയിൽ നമ്മൾ എന്താ ചെയ്യുക? സെയിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സെയിൽസ് റിട്ടേൺ നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യും. കൂടിയാൽ ഡെബിറ്റ് ചെയ്യണം, കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇല്ലുസ്ട്രേഷൻ 6 വന്നിട്ടുണ്ട്. ഈ ഇല്ലുസ്ട്രേഷൻ 6 നോക്കുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇനി നോക്കട്ടെ, ബിൽസ് റിസീവബിൾസ് ആൻഡ് ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നോക്കിക്കോ, ബിൽസ് റിസീവബിൾ ഇത് ജസ്റ്റ് നമുക്ക് ഭാവിയിൽ നമുക്ക് പല പല ട്രാൻസാക്ഷൻസ് ചിലപ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ബിൽസ് റിസീവബിൾ ബിൽസ് പേയബിൾ എന്താണ് ജസ്റ്റ് നോക്കാം. ബിൽസ് റിസീവബിൾ ബുക്ക് നോക്കിക്കോ, ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ ഫസ്റ്റ് റെക്കോർഡ് ബിൽസ് റിസീവബിൾ maintained for proper receipts of bills exchange. Bills receivable is maintained where the number of bills transaction is sufficiently large. The bills receivable എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമുക്ക് പൈസ കിട്ടാനുള്ളത്. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളെ ബിസിനസ് വേറൊരാള് നമ്മളേക്ക് വന്നിട്ട് എന്ന് പറഞ്ഞ നമ്മളെ ബിസിനസ് എന്നൊരാൾ എന്ന് പറഞ്ഞ ആള് നമ്മളേക്ക് വന്ന് നമ്മൾ അവർക്ക് സെയിൽ ചെയ്തു കുറെ ഗുഡ്സ്, 1,00,000 ഗുഡ്സാണ് സെയിൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇയാളും നമ്മളും തമ്മിലൊരു ബില്ല് എഴുതി, ഇയാൾ 1,00,000 രൂപ തരാണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എഴുതില്ലേ? അപ്പൊ ഇതിനാണ് ബിൽസ് റെസീവബിൾ. ഇയാൾ തരാനുള്ള പൈസ ആണെങ്കിൽ അതിനാണ് ബിൽസ് റെസീവബിളും, നമ്മൾ പൈസ കൊടുക്കാനാണെങ്കിൽ അതിന് ബിൽസ് റെസീവബിൾ. അപ്പൊ നമ്മുടെ ബിൽസ് റെസീവബിളും ബിൽസ് പേയബിളും മനസ്സിലായല്ലോ. അതിന് നമ്മൾ എത്രത്തോളം ബിൽസ് കൊടുക്കാനുണ്ട്, എത്രത്തോളം ബിൽസ് കൊടുക്കാനുണ്ട് എന്നുള്ളതിനെ പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ദാറ്റ്സ് കോൾഡ് ബിൽസ് റെസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിട്ട്. Received bills of exchange. Bill of exchange. Recording the bills receivable books and the post കണക്കുകൾ താഴെ തന്നിരിക്കുന്നത് ബിൽസാണ്. Drawn on Raman on bill of exchange 3 months which have accepted
ആൻഡ് റിട്ടേർഡ് ബൈ ഹിം ഓൺ ജനുവരി ദ എമൗണ്ട് ബിൽ 10,000. അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് ഇതാണ് ബിൽസ് റിസീവബിളിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫ്രം ഹൂം റിസീവ്ഡ്, ഇവിടെ രാമനാണ് എന്ത് ചെയ്യുന്നത് റിസീവ് ചെയ്തിരിക്കുന്നത്. അതായത് ബിൽസ് രാമൻ നമ്മളേക്കൊന്ന് പർച്ചേസ് ചെയ്ത ആളാണ്, മനസ്സിലായോ? രാമൻ നമ്മളേക്കൊന്ന് ഇപ്പോൾ 10,000 സാധനം മേടിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ അയാൾ ക്യാഷ് തന്നിട്ടില്ല, ക്രെഡിറ്റിന് കടത്തിന് മേടിച്ചു നമ്മളേക്കൊന്ന്. അപ്പോൾ അയാൾക്ക് ക്യാഷ് തരാനുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ബില്ല് തരാം, കാരണം ഈ ബില്ല് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് പൈസ. സോ ഞാൻ ഈ ബില്ല് അങ്ങനെ മേടിച്ചു. അങ്ങനെ ബില്ല് എന്ത് ചെയ്തു, രാമനെ ഞാൻ എഴുതി, ബില്ല് ഇങ്ങനെ എഴുതി. ബില്ലിൽ എന്താ എഴുതാ വെച്ച് രാമൻ, ബില്ല് രാമൻ ഇന്ന സാധനം മേടിച്ചതിന് ഇത്ര രൂപ 16,000 തരാമെന്ന് പറയും. എന്നിട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യും. അയാൾ അത് നോക്കും കറക്റ്റ് തന്നെയല്ലേ, നമ്മൾ പറഞ്ഞിട്ടായിരിക്കും അയാളടുത്ത് ഈ ബില്ല് എത്തുന്നത്. ബില്ല് പറഞ്ഞാൽ ഒരു മുദ്ര പേപ്പറിലൊക്കെ എഴുതുന്നതാണ്. എന്നിട്ട് അയാൾ സൈൻ ചെയ്യും, അയാൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത് വെക്കും. എന്നിട്ട് തിരിച്ചായി. എന്നിട്ട് അപ്പോൾ എനിക്ക് ഈ പേപ്പർ കിട്ടില്ല, 16,000 ഈ ഒരു വാല്യൂ ഉള്ള പേപ്പർ. ഇത് ശരിക്കും 16,000 ക്യാഷിന് ഈക്വലാണ്. ഞാനത് നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ എനിക്ക് ആ 16,000 ബാങ്കിലോട്ട് വരും. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് പൈസ കിട്ടേണ്ടടാ, ആൾ വന്നുള്ള വേറെ ആൾ തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇത് വലിയ വലിയ ബിസിനസ്സാണ്, നമ്മൾ സാധാരണക്കാരൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറില്ല. സോ നോക്കട്ടെ, അപ്പോൾ ഈ ഫ്രം ഹൂം റിസീവ്ഡ്, ആരാണത് തന്നത്? രാമൻ. നെയിം ഓഫ് അക്സെപ്റ്റർ വേണ്ടോ, അയാളെ അക്സെപ്റ്റ് ചെയ്തത്, അയാളെ നമുക്ക് പൈസ തരാൻ. ആ, ഡേറ്റ് ഓഫ് ബില്ല്, ഡേറ്റ് ഓഫ് ബില്ലാണ് എന്നാണ് അത് എഴുതിയത്, ജനുവരി. അപ്പോൾ നോക്കണം, ടേം 3 months, അതായത് ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ബില്ല് എഴുതി കഴിഞ്ഞാൽ 3 മാസമാണ്. ഓരോന്നിനും പല പല ഡ്യൂറേഷൻ ആയിരിക്കും. ഏത് ഡ്യൂറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡ്യൂറേഷനുള്ളിൽ അവർ എന്ത് ചെയ്യുക, പൈസ അടയ്ക്കും. ഓക്കെ, 16,000 തരണം. വെറുതെ നമുക്ക് ബാങ്ക് പൈസ തരും, ബാങ്ക് നമുക്ക് 10,000 തരും. പിന്നീട് ആ ബാങ്ക് മറ്റേലേക്കൊന്ന് വീട്ടാൽ 10,000 കളക്ട് ചെയ്യും. അവിടെ ഇൻട്രസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് സിമ്പിൾ ആയതുകൊണ്ട് ഒന്നുമില്ല ഡിസ്കസ് ചെയ്യും. വെറുതെ ബാങ്ക് 10,000 തരും, പിന്നെ അവിടെ ഒരു പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഒക്കെ മിതമായിട്ടുള്ള പ്രോഫിറ്റ് ഒക്കെ അവിടെ നിന്ന് ബാങ്ക് ഉണ്ടാകും. ഓക്കെ, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്നാ ഏപ്രിൽ മാർച്ച്, അതായത് ഇപ്പോൾ ജനുവരി ആണെന്നുണ്ടെങ്കിൽ 3 മാസം, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസം പ്ലസ്. പിന്നെ നോക്കാം, നമ്മളൊരു 3 കറക്റ്റ് ശരിക്കും ഇത് ഏപ്രിൽ 1-ാം തീയതി വരും. പക്ഷേ നമ്മൾ നിയമം പറയുന്നുണ്ട് ഒരു 3 ദിവസം കൂടെ അധികം കൊടുക്കുക. അപ്പോൾ ഏപ്രിൽ 1 കൂടി അതിൽ 3 ദിവസം കൊടുക്കുക. അപ്പോൾ ഏപ്രിൽ ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ആയത്. അതിന് ഡേറ്റ് ഓഫ് ഗ്രേസ് എന്നൊക്കെ പറയാം. ഇപ്പോൾ 16,000 എൻഡോസ്ഡ് അങ്ങനെ കൊടുത്തു. ഇനി നോക്കട്ടെ, ചിലപ്പോൾ ഇത് ഇനി എൻഡോസ് എന്ന് പറഞ്ഞാൽ ഈ ബില്ല് ചിലപ്പോൾ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഇത് വേറൊരാൾക്ക് 16,000 ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കും ചെയ്യും. അല്ലേ, ഇങ്ങനെ ക്യാഷ് പോലെ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ പറയുന്നുണ്ട് എൻഡോസ്ഡ് ഹരികുമാറിന് കൊടുത്തു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കി. ഇനി ഇതുപോലെ തന്നെ ബിൽസ് പേയബിൾ ബുക്ക് എന്ന് പറയുന്നത്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഞാൻ വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നത് വിചാരിക്കും, അതായത് നമ്മുടെ ബിസിനസ്. അപ്പൊ ഞാൻ ഇന്ന ആൾക്ക് ഇത്ര രൂപ തരാണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി ബിൽസ് പേയബിൾ. ഓക്കെ, അതിന് ബിൽസ് പേയബിൾ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഉണ്ടോ, ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നാണ് ഞാൻ എഴുതിയത്. ടു ഹൂം ഗിവൺ, ഞാൻ ആർക്കാണ് കൊടുക്കാനുള്ളത്. പേ, ഞാൻ ആർക്കാ പൈസ കൊടുക്കുക. പെയർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണം, പേ എന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുക്കുക. ടേംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്നാണ് ഞാൻ പൈസ കൊടുക്കുക. വേർ പേബിൾ എങ്ങനെയാണ് കൊടുക്കുന്നത്. എമൗണ്ട്, റിമാർക്ക് എന്തെങ്കിലും റിമാർക്ക്, ആണ് ബിൽസ് പേബിൾ. ഇല്ലുസ്ട്രേഷൻ 8 എന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ആൻസർ ഇപ്പോൾ നോക്കണം, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം അടുത്ത കാര്യങ്ങളിലോട്ട്. പിന്നെ ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോളോയിങ് ട്രാൻസാക്ഷൻ ജേണൽ പ്രോപ്പർ. ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, റെക്ടിഫിക്കേഷൻ, കറക്റ്റ് ചെയ്യുക. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് തിരുത്തേണ്ടി വരില്ല. ജേണൽ പ്രോപ്പർ ഇതാണ് സ്പെഷ്യൽ പർപ്പസ്. സ്പെഷ്യൽ പർപ്പസ് ഇല്ലാത്ത ശരിക്കും ഏതൊക്കെയുള്ളത്, ക്യാഷ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. അപ്പോൾ ഇതിൽ വരുന്നതൊക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇവിടെ ഈ ബുക്കിലാണ് എഴുതുക. ജേണൽ എഴുതുന്നത് ഇതിലാണ്, ജേണൽ എഴുതുന്നതിന് ഈക്വലാണ് ഈ ബുക്ക്. പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ ജേണൽ പ്രോപ്പറിലാക്കി. ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ട്രേസാണ്. അതിലേതൊക്കെ ഓപ്പണിംഗ് ആണ്, നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രേസ് ഉണ്ടാവും. അഡ്ജസ്റ്റ്മെന്റ്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അതുപോലെ റെക്ടിഫിക്കേഷൻ, എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് തിരുത്താൻ എൻട്രീസ്. അപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ. അതുപോലെ ട്രാൻസ്ഫർ എൻട്രീസ്, എന്തെങ്കിലും അതർ എൻട്രീസ്, പല വേറെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻട്രീസ് വരും.
സോ അതൊക്കെ നമ്മൾ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യും. ഒരു ഇല്ലസ്ട്രേഷൻ മാനുകൂടി ഉണ്ട്. ജസ്റ്റ് വേണമെന്നുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത് റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്, ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതോടുകൂടെ എന്ത് ചെയ്യാണ്, ഇത് കഴിയാണ്. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന അടുത്തൊരു പോർഷൻ ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. ഇതിലിപ്പോൾ ശരിക്കും ഒരു 40 മിനിറ്റ് കൊണ്ട് നമ്മളൊരു യൂണിറ്റ് തന്നെ തീർത്തു. ഞാൻ പറഞ്ഞു ഇത് എക്സാമിനുള്ളതല്ല, പക്ഷെ എങ്കിലും കൂടി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എല്ലാം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. സോ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വരും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു ക്ലാസ്സിൽ ട്രയൽ ബാലൻസ് ഒരു പോർഷൻ